ഹായ് ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചും ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാനും ഇനി വരുന്ന വീഡിയോസ് കാണാനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ സാധ്യതയുള്ള ഒരു വ്യവസായത്തെ കുറിച്ചാണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, എന്നാൽ ഓൺലൈനിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ബിസിനസ് മേഖല. പറഞ്ഞു വരുന്നത് മൺപാത്ര വ്യവസായത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മൺചട്ടികള്, നമ്മള് മീൻകറി വെക്കാൻ ഉപയോഗിക്കുന്ന മൺചട്ടി, അങ്ങനെയുള്ളതൊക്കെ പുറം നാടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണില്ല. അതിന്റെ രൂപത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് മൺചട്ടിയും മൺപാത്രങ്ങളും മൺകലങ്ങളും ഒക്കെ. നമ്മൾ പുറം നാട്ടിൽ പോയി താമസിക്കുന്ന മലയാളികള് എപ്പോഴും അവർക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടില് അവധിക്കൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഇങ്ങനത്തെ മൺചട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ പോലെയല്ല, മൺപാത്ര വ്യവസായത്തിന്റെ രൂപവും രീതികളും ഒക്കെ കുറച്ചൊന്ന് ഡെവലപ്പ് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ ചട്ടികള്, കാത് പിടിപ്പിച്ച ചീനിച്ചട്ടികളും അതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാൻ പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന മൺചട്ടികൾ വരെയും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ വീടുകളിൽ മാത്രമല്ല, ഹോട്ടലുകളിലും 5 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലുകളിലും 7 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലുകളിലും പോലും ഈ പഴയ ആ ഒരു ട്രഡീഷൻ, നമ്മുടെ കേരളത്തിന്റെ തനതായ ആ ഒരു ശൈലിയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മൺകൂജകൾ വെക്കുക, മണ്ണിന്റെ ഗ്ലാസുകൾ വെക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ തെരുവോരങ്ങളിലുള്ള ബിസിനസ്സുകളിൽ നമ്മുടെ കപ്പിനകത്ത്, മണ്ണുകൊണ്ടുണ്ടാക്കിയ കപ്പിനകത്ത് ചായ, അതേപോലെ നമ്മുടെ കലത്തില് കുടത്തിൽ മോര് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഈ മേഖലകളിലൊക്കെ മൺപാത്ര വ്യവസായത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് പിക്കിൾസ് ഐറ്റംസ് ഒക്കെ കൂടുതലും ഉണ്ടാക്കുന്നത് മൺപാത്രത്തിലാണ്, മൺചട്ടിക്ക്. അപ്പൊ കുറച്ച് ചെറിയൊരു മൺചട്ടിയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പൊ കുറച്ച് കൂടുതൽ പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ കുറച്ച് വലിയ മൺചട്ടി വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയൊരു മൺചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഉത്സവകാലത്ത് ചെങ്ങന്നൂര് പോയിട്ടാണ് വാങ്ങിച്ചത്. ഇവിടങ്ങളിലെങ്ങും അങ്ങനെ കിട്ടാനില്ല. ഇവിടെ ഉത്സവം സീസൺ ഒക്കെ വരുമ്പോഴാണ് മൺചട്ടിയൊക്കെ കിട്ടുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്ന് മൺചട്ടിയുടെ വില ചോദിച്ചപ്പോ, കുറച്ച് വലിയൊരു മൺചട്ടിയുടെ വില ചോദിച്ചപ്പോ 2000, 2500, 3000 ആ ഒരു റേഞ്ചിലേക്കൊക്കെയാണ് പോകുന്നത്. നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതാണ് അതിന്റെ വില എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മൺചട്ടി തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതിനനുസരിച്ച് അതിന് വിലയുണ്ട്. ഇപ്പോ കേരളത്തിലാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഇത്തരം മൺപാത്ര നിർമ്മാണം വളരെ ചുരുക്കമാണുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ നിർമ്മിക്കുന്ന അതേ ആളുകളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ മൺപാത്രങ്ങൾ വാങ്ങിയിട്ട് അത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ അത് വിൽക്കാൻ സാധിക്കും. ഓൺലൈൻ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് എത്തിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ ഇതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രം. ഇപ്പൊ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അടൂര് ഒരു മൺപാത്രത്തിന്റെ കട തുടങ്ങിയിട്ടുണ്ട്. മൺപാത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പാണത്. വിശാലമായ ഒരു ലോകമാണ്. അവിടെ മൺപാത്രം കൊണ്ടുള്ള, മണ്ണുകൊണ്ടുള്ള പ്രഷർ കുക്കർ വരെ ലഭിക്കുന്നു. അതുപോലെ അത്രയും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതാണ്. ഇതുപോലൊരു ഷോപ്പ് കേരളത്തിൽ മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ പോയിടത്തൊന്നും കണ്ടിട്ടില്ല. ഇനി അറിയുന്നവരൊന്ന് പറയണേ, ഇന്ന സ്ഥലത്തുണ്ടെന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, മറ്റുള്ള ആളുകൾക്കും അറിയാൻ പറ്റുമല്ലോ അത്. അപ്പോ ഇതുപോലെയുള്ള ഒരു ഷോപ്പ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ ടൂറിസ്റ്റിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള ബിസിനസ്സും കിട്ടും. എപ്പോഴും നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ വഴിയുള്ള ഒരു സാധ്യതയും കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അടുക്കളയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൺപാത്രങ്ങൾ മാത്രമല്ല, നമുക്ക് വീട്ടിലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് സാധ്യതയുണ്ട്. അതായത് ചില വാൾ ഹാങ്ങിങ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ചൈനിങ് ബെൽസ്, നമ്മുടെ മൺചിരാതുകള്, കൂജകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മണ്ണിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇത് നിർമ്മിക്കുന്ന ധാരാളം കലാകാരന്മാരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിയിട്ട് ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും. ഇതിനും ഓൺലൈനിലുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി വലിയ ലെവലിലേക്ക് ഈ ബിസിനസിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആ ഒരു ചിന്താരീതിയിൽ ഒരുപാട് പ്രോഫിറ്റ് ഒന്നും ഇടാതെ ചെറിയ പ്രോഫിറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു ബിസിനസ് സാധ്യതയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.